ടാലന്റ് ഓൺലൈൻ കറന്റ് അഫയേഴ്സ് ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് മാർച്ച് 6-ാം തീയതിയിലെ ആനുകാലിക വിഷയങ്ങളാണ്. വരൂ ക്ലാസ്സിലേക്ക് കടക്കാം. കേരള PSC 10th ലെവൽ എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവർക്കായി ടാലന്റ് അക്കാദമി സ്പെഷ്യലായിട്ട് ഒരു റെക്കോർഡ് കോഴ്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് 200-ലധികം മണിക്കൂറുകളുടെ ക്ലാസ്സുകളാണ്. മാത്രമല്ല അവയുടെ കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ട്. അതേപോലെ നമ്മുടെ കറണ്ട് അഫയേഴ്സ് ഉണ്ട്. ഇനി ഈ ടോപ്പിക് വൈസ് എക്സാംസ് ഓരോ ടോപ്പിക്ക് കഴിയുമ്പോഴും അതിൻ്റെ ടോപ്പിക് വൈസ് എക്സാംസും എല്ലാം ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സ് വരുന്ന ഈ ഒരു ക്ലാസ്സിൻ്റെ പ്രൈസ് വരുന്നത് 999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് 749 രൂപ എന്നുള്ള ഓഫർ പ്രൈസിൽ ഇപ്പോൾ സ്വന്തമാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഓഫർ തീരുന്നതിന് മുമ്പ് തന്നെ ഈ ഒരു കോഴ്സ് പർച്ചേസ് ചെയ്യുക. കോഴ്സുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾക്ക് താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ആദ്യം ചർച്ച ചെയ്യുന്നത് ഒരു അപ്പോയിൻമെന്റ് ആണ്. 2026 മാർച്ചിൽ WEFന്റെ അതായത് വേൾഡ് എക്കണോമിക് ഫോറമിന്റെ ഇടക്കാല പ്രസിഡന്റും അതേപോലെ സിഇഒയുമായി നിയമിതനായത് ആരെന്നാണ്. അപ്പോൾ ഓർത്തു വെക്കുക, അലോയിസ് വിങ്കിയാണ്. ആരാണ്? അലോയിസ് വിങ്കിയാണ് ഈ ഒരു പോസ്റ്റിലേക്ക് നിയമിതനായിരിക്കുന്നത്. എന്താണ്? പ്രസിഡന്റ് അതേപോലെ തന്നെ CEO ആയിട്ടാണ്. എന്തിന്റെയാണ്? WEFന്റെ WEFന്റെ ഇടക്കാല പ്രസിഡന്റും അതേപോലെ CEO ആണ് കേട്ടോ. ഇടക്കാലമായിട്ടാണ്, ഇൻട്രീമായിട്ടാണ് അദ്ദേഹം ഈ ഒരു സ്ഥാനത്തേക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവന്റ് നടന്നത് എപ്പോഴാണെന്ന് നമ്മൾ പറഞ്ഞു, 2026 മാർച്ചിലാണ്. അപ്പോൾ ഇതിനു മുമ്പ് നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു WEFന്റെ പ്രസിഡന്റും അതേപോലെ സിഇഒയുമായിരുന്ന വ്യക്തി രാജിവെച്ചു എന്നുള്ള കാര്യം. അദ്ദേഹം ആരായിരുന്നു എന്നുള്ള കാര്യം കൂടി ഓർത്തു വെക്കുക. ബോർജ് ബ്രെൻഡയാണ്. ആരാണ്? ബോർജ് ബ്രെൻഡയാണ്. അപ്പോൾ അദ്ദേഹം രാജിവെച്ചതിനെ തുടർന്നാണ് ഈ ഒരു അപ്പോയിൻമെന്റ്, അതായത് ഇടക്കാല പ്രസിഡന്റ് സിഇഒയുമായിട്ട് ആര് വന്നിരിക്കുന്നത്? അലോയിസ് വിങ്കി വന്നിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 2026 മാർച്ചിലാണ് ഈ ഒരു അപ്പോയിൻമെന്റ് നടന്നത്. എന്തിന്റെയാണ്? WEFന്റെയാണ്, അതായത് വേൾഡ് എക്കണോമിക് ഫോറമിന്റെയാണ് ഇടക്കാല പ്രസിഡന്റും അതേപോലെ ഈ സിഇഒയുമായിട്ടാണ് നിയമിതനായിരിക്കുന്നത്. ആരാണെന്ന് ഓർത്ത് വെക്കുക, അലോയിസ് വിങ്കിയാണ്. വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെയാണ് എന്നുള്ള കാര്യം കൂടി നോട്ട് ചെയ്യുക. ഇനി ഒരു ബുക്കാണ് നമ്മൾ പരിചയപ്പെടുന്നത്. ബുക്കിന്റെ പേര് ഇതാണ്, മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ. മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള ബുക്കാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് എഴുതിയത് ആരെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓർത്ത് വെക്കുക, ധീരജ് കാകഡിയയാണ്. ആരാണ്? ധീരജ് കാകഡിയയാണ് ഈ ഒരു ബുക്ക് എഴുതിയിരിക്കുന്നത്. ബുക്കിന്റെ പേരിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം മഹാത്മാഗാന്ധിജിയെ കുറിച്ചുള്ള ഒരു ബുക്കാണിത്. മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ പുസ്തകം എഴുതിയത് ആരാന്ന് നമ്മൾ പറഞ്ഞു, ധീരജ് ആണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ധീരജ് കാകഡിയ, അപ്പോൾ അദ്ദേഹത്തിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്. ആകാശവാണി അഡീഷണൽ ഡയറക്ടർ ജനറൽ ആണ്. ആരാണ്? ധീരജ് എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. ആകാശവാണിയുടെ അഡീഷണൽ ഡയറക്ടർ ജനറൽ ആണ്. ആരാണ്? ധീരജ് കാകഡിയ എന്നുള്ള കാര്യം ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ അദ്ദേഹം രചിച്ചിട്ടുള്ള ബുക്കാണിത്. ഇനി ഒരു ബുക്ക് പ്രകാശനം ചെയ്തത് ആരാണെന്ന് കൂടി ഒന്ന് ഓർത്ത് വെക്കുക. അത് കേന്ദ്ര യുവജനകാര്യ കായിക മന്ത്രിയായിട്ടുള്ള മൻസുഖ് മാണ്ഡവ്യയാണ് ഈ ഒരു ബുക്ക് പ്രകാശനം ചെയ്തത്. അപ്പോൾ ബുക്ക് എഴുതിയത് ആരാണ്? ധീരജ് കാകഡിയയാണ്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, മലയാള ഭാഷാ ബില്ല് 2025 ഗവർണർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. മലയാള ഭാഷാ ബില്ല് 2025 ഗവർണർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ എന്താണ് മലയാള ഭാഷാ ബില്ല് 2025 എന്ന് പറഞ്ഞാൽ? നമ്മുടെ മലയാള ഭാഷയുമായി ബന്ധപ്പെട്ടിട്ടുള്ള സുപ്രധാന നിർദ്ദേശങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു ബില്ലാണ് മലയാള ഭാഷാ ബില്ല് 2025. അപ്പോൾ ഇതിന് നമ്മുടെ ഗവർണർ അംഗീകാരം നൽകിയിരിക്കുകയാണ്. ഇനി കേരള ഗവർണർ, ഇതിന് അംഗീകാരം നൽകിയ കേരള ഗവർണർ ആരാണെന്ന് നമുക്കറിയാം. രാജേന്ദ്ര അർലേക്കർ ആണ്. അപ്പോൾ അദ്ദേഹം ഈ ഒരു ബില്ലിന് അംഗീകാരം നൽകിയിരിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ബില്ലിൽ പറയുന്നുണ്ട് 1 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിൽ മലയാളം ഭാഷ നിർബന്ധമാക്കുക. അതേപോലെ തന്നെ നമ്മുടെ ഉന്നത വിദ്യാഭ്യാസത്തിൽ ഡിഗ്രിയുള്ള പോലെയുള്ള പഠനങ്ങളിലൊക്കെ പാഠ്യപദ്ധതികളിലൊക്കെ മലയാളം ഉൾപ്പെടുത്തുക. ഒരു പേപ്പറായിട്ട് തന്നെ ഉൾപ്പെടുത്തുക. ഇനി കോടതി വിധികൾ അതേപോലെ സർക്കാർ ഉത്തരവുകളെല്ലാം മലയാളത്തിലാക്കുക. അതേപോലെ മലയാളം ഒരു പാഠ്യ വിഷയമായിട്ട് തിരഞ്ഞെടുത്തവർക്ക് പ്രൊഫഷണൽ കോഴ്സുകളിൽ സംവരണം നൽകുക. ഇനി അതേപോലെ PSC പരീക്ഷകൾ മലയാളത്തിലാക്കുക തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ ഈ ഒരു ബില്ലിൽ നൽകിയിട്ടുണ്ട്, ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബില്ലിലാണ് ഗവർണർ ഒപ്പുവെച്ചിരിക്കുന്നത്. ആരാണ് ഒപ്പുവെച്ചതെന്ന് ഓർത്ത് വെക്കുക, രാജേന്ദ്ര അർലേക്കർ ആണ് ഒപ്പുവെച്ചത്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്, സംസ്ഥാനത്തെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്. അപ്പോൾ ഓർത്ത് വെക്കുക, വടകരയിലാണ് കേട്ടോ. എവിടെയാണ്? വടകരയിലാണ് സ്ഥാപിതമാവുന്നത്. നമ്മുടെ സംസ്ഥാനത്ത് തന്നെ ആദ്യത്തെ റൂറൽ ജില്ലാ ജയിലാണ് സ്ഥാപിതമാവുന്നത്. അപ്പോൾ ഒരു റൂറൽ ജില്ലാ ജയിൽ എന്നുള്ള ആ ഒരു ആശയത്തിൽ നിന്നും മാറിയിട്ട് അവിടെയുള്ള അന്തേവാസികളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ള ആശയമാണ് ഇതിൽ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ സ്ഥാപിതമാവുന്ന ആദ്യത്തെ, നമ്മുടെ സംസ്ഥാനത്തെ കേരളത്തിലെ ആദ്യത്തെ
റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാവുന്നത് എവിടെയാണെന്ന് ഓർത്തു വെക്കുക, വടകരയിലാണ് സ്ഥാപിതമാവുന്നത്. അടുത്ത നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പ് ഒരുക്കിയ സംവിധാനം ഏതെന്നാണ് ഓർത്തു വെക്കുക, നഭുമിത്ര. എന്താണ് നഭുമിത്ര എന്നുള്ള ഒരു സംവിധാനമാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? ഉൾക്കടലിൽ പോകുന്ന മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ വേണ്ടിയിട്ടാണ് ഫിഷറീസ് വകുപ്പാണ് ഈ ഒരു സംവിധാനം ഒരുക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതൊരു സാറ്റലൈറ്റ് അധിഷ്ഠിത സംവിധാനമാണ് എന്നുള്ള കാര്യം ഓർത്തു വെക്കുക. അപ്പോൾ മൊബൈലിലൂടെ ബ്ലൂടൂത്തിലൂടെ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു സംവിധാനമാണ്. ഇത്തരത്തിലുള്ള ഉൾക്കടലിൽ ജോലിക്ക് വേണ്ടിയിട്ട്, അതായത് മീൻപിടുത്തത്തിന് വേണ്ടിയിട്ട് പോകുന്നവരുടെ യാനങ്ങളിൽ ഇരിക്കുന്ന അല്ലെങ്കിൽ ഈ യാനങ്ങളിൽ പോകുന്നവർക്ക് സുരക്ഷ ഉറപ്പാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു സംവിധാനം കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ ഈ സംവിധാനത്തിലൂടെ ഈ തൊഴിലാളികൾക്ക്, അതായത് ഉൾക്കടലിൽ മീൻപിടുത്തത്തിനായിട്ട് പോയിട്ടുള്ള തൊഴിലാളികൾക്ക് കരയിലേക്ക് നിർദ്ദേശങ്ങൾ അയക്കാവുന്നതാണ്, ടെക്സ്റ്റ് രൂപത്തിൽ അയക്കാവുന്നതാണ്, തിരിച്ചുള്ള റിപ്ലൈകളും അവർക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ ലഘു സന്ദേശങ്ങൾ അയക്കാനായിട്ട് സാധിക്കുന്നതാണ് ഈ ഒരു സംവിധാനത്തിലൂടെ. ഇനി ഈ ഒരു സംവിധാനത്തിലൂടെ തന്നെ അവർക്ക് കാലാവസ്ഥ സുരക്ഷാ മുന്നറിയിപ്പുകൾ നൽകാനായിട്ട് സാധിക്കുന്നതാണ്. കരയിൽ നിന്ന് നമുക്ക് നൽകാനായിട്ട് സാധിക്കുന്നതാണ്. സുനാമിയോ അതേപോലെ ചുഴലിക്കാറ്റോ എന്തെങ്കിലും വരികയാണെങ്കിൽ അതിനുള്ള സൂചന അവർക്ക് നൽകാവുന്നതാണ്. അതേപോലെ എന്തെങ്കിലും അപകടങ്ങളിൽ അവർ പെട്ടുപോവുകയാണെങ്കിൽ അതിനുള്ള നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അതിനുള്ള സന്ദേശം അവർക്ക് കരയിലേക്കും അയക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇതുവഴി അവരുടെ ലൊക്കേഷൻ കണ്ടുപിടിക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി GSAT-6 എന്നുള്ള സാറ്റലൈറ്റിലൂടെയാണ് GSAT-6 എന്നുള്ള സാറ്റലൈറ്റിലൂടെയാണ് ഈ ഒരു സംവിധാനം പ്രവർത്തിക്കുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് ഓർത്തു വെക്കുക. ഇതിനകം തന്നെ നമ്മുടെ സംസ്ഥാനത്ത് 4525 സംവിധാനങ്ങൾ, ഈ ഒരു നഭുമിത്ര സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട്, യാനങ്ങളിൽ ഏർപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. PSC സിലബസിലെ ഏറ്റവും ഇമ്പോർട്ടന്റ് പാർട്ടായിട്ടുള്ള SCERT സിലബസുകൾ നിങ്ങൾ പഠിച്ചു തീർത്തിട്ടുണ്ടാവും. നമ്മുടെ അറിവിടം ബുക്കുകൾ വാങ്ങി നിങ്ങൾക്ക് വളരെ അധികം യൂസ്ഫുൾ ആയി എന്നുള്ള നിങ്ങളുടെ മെസ്സേജുകൾ ഇഷ്ടം പോലെ ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഈ പാഠഭാഗങ്ങൾ നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, അതൊന്ന് മനസ്സിൽ ഒന്നുകൂടി ഒന്ന് ഉറപ്പിക്കാൻ, എല്ലാം ഒന്ന് റിവൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ടാലന്റ് അക്കാദമി ഇതിനുള്ള ഒരു പ്രാക്ടീസ് ബുക്ക് പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പോൾ അറിവിടം സോഷ്യൽ സയൻസ് പ്രാക്ടീസ് ബുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭ്യമാവുന്നതാണ്. 5 മുതൽ 10 വരെയുള്ള ക്ലാസ്സുകളിലെ ചാപ്റ്റേഴ്സ് ആണ് ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇതിലൂടെ നിങ്ങൾക്ക് എക്കണോമിക്സ്, അതേപോലെ ഹിസ്റ്ററി, ജിയോഗ്രഫി, ഭരണഘടന, പൗരധർമ്മം തുടങ്ങിയ പോർഷൻസ് എല്ലാം റിവിഷൻ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ബുക്ക് അറിവിടം ബുക്ക് നിങ്ങൾക്ക് നല്ലൊരു റിവിഷൻ പാർട്ടായിരിക്കും. ബുക്കിന്റെ പ്രൈസ് വരുന്നത് എത്രയാണ്? 270 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് ഓഫർ പ്രൈസിൽ 250 രൂപയ്ക്ക് സൈറ്റിൽ നിന്ന്, നമ്മുടെ ഒഫീഷ്യൽ സൈറ്റിൽ നിന്ന് വാങ്ങിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഉടൻ തന്നെ ഈ ഒരു ബുക്ക് പർച്ചേസ് ചെയ്യുക, നല്ല രീതിയിൽ റിവിഷൻ ചെയ്യുക, നല്ല രീതിയിൽ പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുക. ഇനി നമ്മൾ ചർച്ച ചെയ്യുന്ന പോയിന്റ് ഇതാണ്. കേരള ജീനോം ഡാറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയെന്നാണ് ഓർത്തു വെക്കാൻ. തിരുവനന്തപുരത്താണ്. എവിടെയാണ്? തിരുവനന്തപുരത്താണ് ഇത്തരത്തിലൊരു സെന്റർ നിലവിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഈ ഒരു സെന്റർ വരുമെന്നുള്ള കാര്യം നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നതാണ്. അപ്പോൾ ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. ഇനി ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തു വെക്കുക. MP രാജേഷ് ആണ്. ആരാണ്? MP രാജേഷ് ആണ് ഈ ഒരു സെന്റർ ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത്. കേരള ജീനോം ഡാറ്റാ സെന്റർ ആണ്. എവിടെയാണ് നിലവിൽ വന്നതെന്ന് ഓർത്തു വെക്കുക. തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. ഇനി ഇത് ഉദ്ഘാടനം ചെയ്തത് MP രാജേഷ് ആണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞു. ഇതിനൊപ്പം തന്നെ അദ്ദേഹം സാന്ത്വന മിത്രം, അതേപോലെ ജീവധാര, സ്കിൽ അറ്റ് കോൾ എന്നീ പദ്ധതികൾ, അതേപോലെയുള്ള പദ്ധതികളും ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓർത്തു വെക്കുക, ഇത്തരത്തിൽ ഈ ഒരു സെന്റർ നിലവിൽ വന്നത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. അടുത്തത് നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. യുറേനിയം വിതരണ കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ് ഓർത്തു വെക്കാം. കാനഡയാണ് കേട്ടോ. കാനഡയാണ്. കാനഡയും ഇന്ത്യയുമായിട്ട് യുറേനിയം, ഓർത്തു വെക്കുക, യുറേനിയം വിതരണ കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ 2.6 ബില്യൺ കനേഡിയൻ ഡോളറിന്റെ യുറേനിയം കരാറിലാണ്, യുറേനിയം വിതരണ കരാറിലാണ് ഇന്ത്യയും അതേപോലെ കാനഡയും തമ്മിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞൊരു ക്ലാസ്സിൽ ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നതാണ് കാനഡയുടെ പ്രധാനമന്ത്രിയായിട്ടുള്ള മാർക്ക് കാർണി ഇന്ത്യ സന്ദർശിക്കുന്ന കാര്യം. അപ്പോൾ മാർക്ക് കാർണിയുമായിട്ട് നമ്മുടെ രാജ്യത്തെ തലവന്മാരും ഒക്കെ കൂടി ഡൽഹിയിൽ വെച്ച് നടത്തിയ ഒരു ഉഭയകക്ഷി ചർച്ചയിലൂടെയാണ് ഈ ഒരു വിതരണ കരാറിൽ ഒപ്പുവെക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഓർത്തു വെക്കുക, യുറേനിയം വിതരണ കരാറാണ്. അപ്പോൾ ഈ ഒരു കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം ഏതാണ്? കാനഡയാണ്. ഇനി ഒരു ഗിന്നസ് റെക്കോർഡുമായി ബന്ധപ്പെട്ട പോയിന്റാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. 1 മണിക്കൂറിനുള്ളിൽ 2.51 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ നഗരം ഏതെന്നാണ് ഓർത്തു വെക്കാം. വാരണാസിയാണ് കേട്ടോ. ഉത്തർപ്രദേശിലെ വാരണാസിയാണ് ഇത്തരത്തിലൊരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. എന്താണ് പ്രത്യേകത? 1 മണിക്കൂറിനുള്ളിൽ 2.51 ലക്ഷത്തിലധികം വൃക്ഷത്തൈകളാണ് നട്ടുപിടിപ്പിച്ചത്. അപ്പോൾ ഉത്തർപ്രദേശിലെ വാരണാസിയിലാണ് ഇത്തരത്തിൽ അവിടെയുള്ള നിവാസികൾ, ദേശവാസികൾ ഇത്തരത്തിൽ ഈ ഒരു വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് റെക്കോർഡ്
നേടിയിരിക്കുന്നത്. അപ്പോൾ മെഗാ പ്ലാന്റേഷൻ ഡ്രൈവിലൂടെയാണ് ഇത് സാധ്യമായത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. എന്താണ് മെഗാ പ്ലാന്റേഷൻ ഡ്രൈവിലൂടെയാണ് ഈ ഒരു റെക്കോർഡ്, വേൾഡ് റെക്കോർഡ് നേടാനായിട്ട് വാരണാസിക്ക് നേടാനായിട്ട് സാധിച്ചത്. അപ്പോൾ ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡ് നേടിയിരുന്നത് ചൈനയാണ് കേട്ടോ. ചൈനയ്ക്കായിരുന്നു ഇതിനു മുമ്പ് ഈ ഒരു റെക്കോർഡ്, അതായത് ഈ 1 മണിക്കൂറിനുള്ളിൽ ഏറ്റവും അധികം വൃക്ഷത്തൈകൾ വെച്ച് പിടിപ്പിച്ചു എന്നുള്ള റെക്കോർഡ് നേടിയിട്ടുണ്ടായിരുന്നത് 8 വർഷം മുമ്പുള്ള ആ ഒരു വേൾഡ് റെക്കോർഡാണിത്. ആ റെക്കോർഡാണ് ഇപ്പോൾ എന്താണ് വാരണാസി, ഉത്തർപ്രദേശിലെ വാരണാസിയിൽ തിരുത്തിയിരിക്കുന്നത്. അപ്പോൾ ഓർത്തു വെക്കുക, 1 മണിക്കൂറിനുള്ളിൽ 2.51 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ നഗരം ഏതാണ്? വാരണാസിയാണ്. ഇനി നമ്മൾ നോക്കുന്ന പോയിന്റ് ഇതാണ്. GI ടാഗ് ലഭിച്ച കർബി ആംഗ്ലോങ് ഇഞ്ചി ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതെന്നാണ്? ഓർത്തു വെക്കാം, അസമാണ് കേട്ടോ. എന്താണ്? അസമാണ് ഈ ഒരു ഇഞ്ചി എന്താണ് ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുങ്ങുന്നത്. അപ്പോൾ എന്താണ്? ഇതൊരു GI ടാഗ് ലഭിച്ചിട്ടുള്ള ഇഞ്ചി ഇനമാണ്. എന്താണ്? കർബി ആംഗ്ലോങ്. എന്താണ്? കർബി ആംഗ്ലോങ് എന്നുള്ള ഈ ഒരു ഇഞ്ചി ഇനം. അപ്പോൾ ഇത് ആദ്യമായിട്ടാണ് ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്യുന്നത് എന്നുള്ള കാര്യം കൂടി ഒന്ന് നോട്ട് ചെയ്യുക. അപ്പോൾ ഏത് സംസ്ഥാനത്ത് നിന്ന് GI ടാഗ് ലഭിച്ചിട്ടുള്ള ഇഞ്ചി ഇനമാണ് ഇത് എന്നുള്ള കാര്യം ചോദിച്ചാൽ അസമാണ് ആൻസർ ചെയ്തേണ്ടത്. എന്താണ്? അസം സംസ്ഥാനത്ത് നിന്നുള്ള ഒരു ഇഞ്ചി ഇനമാണ് എന്താണ്? കർബി ആംഗ്ലോങ് എന്നുള്ള ഈ ഒരു ഇഞ്ചി ഇനം. ഇനി ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. മിസൈൽ എന്താണ്? ഷിൽ മിസൈൽ. എന്താണ്? ഷിൽ എന്നുള്ള ഒരു മിസൈലാണ്. അപ്പോൾ ഇന്ത്യ റഷ്യയിൽ നിന്നും ഈ ഒരു മിസൈൽ വാങ്ങാനുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. എന്താണ്? ഇന്ത്യ റഷ്യയിൽ നിന്നും ഈ ഒരു മിസൈൽ വാങ്ങാൻ പോവുകയാണ്. എന്താണ് മിസൈൽ? ഷിൽ എന്നുള്ള ഒരു മിസൈലാണ്. അപ്പോൾ ഷിൽ മിസൈലിന് ഇതിനെന്താണ്? ശബ്ദത്തിനേക്കാളും ഡബിൾ ആയിട്ട് സ്പീഡ് ഉണ്ട്. എന്താണ്? ശബ്ദത്തിനേക്കാളും ഇരട്ടി സ്പീഡിൽ പോകുന്ന ഒരു മിസൈലാണിത്. അപ്പോൾ അത്രയും വേഗതയുള്ള ഈ ഒരു മിസൈല് റഷ്യയിൽ നിന്നും ഇന്ത്യ വാങ്ങാൻ പോവുകയാണ്. അപ്പോൾ ഓർത്തു വെക്കുക, ഇതൊരു ഉപരിതല വായു മിസൈലാണ്. എന്താണ്? ഉപരിതല വായു മിസൈലാണ്. അതായത് ഉപരിതലത്തിൽ നിന്നും വായുവിലേക്ക് എന്താണ് ലോഞ്ച് ചെയ്യാനായിട്ട് സാധിക്കുന്ന ഒരു മിസൈലാണിത്. അപ്പോൾ ഈ ഒരു മിസൈൽ ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് വാങ്ങിക്കുന്നത്? റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കുന്നത്. ഏത് മിസൈലാണ്? ഷിൽ എന്നുള്ള മിസൈല് ഇന്ത്യ റഷ്യയിൽ നിന്നാണ് വാങ്ങിക്കാൻ പോകുന്നത്. ഇനി നമ്മുടെ മുന്നിലുള്ള ബെവ്കോ LDC അതേപോലെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി പഠിക്കുന്നവർക്കായിട്ട് ടാലന്റ് അക്കാദമി ഒരു റെക്കോർഡ് കോഴ്സ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ 200-ലധികം മണിക്കൂറുകളാണ് ഈ ഒരു കോഴ്സിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നത്. അതേപോലെ ഇവയുടെ എല്ലാം കോംപ്രഹെൻസീവ് സ്റ്റഡി മെറ്റീരിയൽസ് നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ടോപ്പിക് വൈസ് എക്സാമും അതേപോലെ മോക്ക് ടെസ്റ്റും എല്ലാം നിങ്ങൾക്ക് ഇതിലൂടെ ലഭ്യമാവുന്നതാണ്. കറണ്ട് അഫയേഴ്സ് ഫാക്ട്സും എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് തയ്യാറാക്കിയിട്ടുള്ളത്. മാത്രമല്ല മെന്റർ സപ്പോർട്ട് കൂടിയിട്ടാണ്. മെന്റർ സപ്പോർട്ടും ഇതിലൂടെ നിങ്ങൾക്ക് ലഭ്യമാവുന്നതാണ്. ഇത്രയും വരുന്ന ഈ ഒരു കോഴ്സിന്റെ പ്രൈസ് വരുന്നത് 2999 രൂപയാണ്. എന്നാൽ നിങ്ങൾക്ക് ലഭ്യമാവുന്നത് 1499 രൂപയ്ക്കാണ്. ഓഫർ പ്രൈസിൽ ഈ ഒരു കോഴ്സ് സ്വന്തമാക്കാൻ ഉടൻ തന്നെ താഴെ തന്നിരിക്കുന്ന ഗൂഗിൾ ഫോം ഫില്ല് ചെയ്യുക. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ ഒന്നുകൂടി നോക്കാം. ആദ്യം നമ്മൾ ചർച്ച ചെയ്തത് ഒരു അപ്പോയിന്റ്മെന്റ് ആയിരുന്നു. 2026 മാർച്ചിൽ WEFന്റെ വേൾഡ് എക്കണോമിക് ഫോറത്തിന്റെ ഇടക്കാല പ്രസിഡന്റും അതേപോലെ CEOയുമായി നിയമിതനായത് ആരാണെന്ന് ഓർത്തുവെക്കുക? അലോയിസ് വിഗ്ഗിയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മൾ നോക്കിയത് എന്താണ്? ഒരു ബുക്കായിരുന്നു, മഹാത്മാ എ ഗ്രേറ്റ് കമ്മ്യൂണിക്കേറ്റർ എന്നുള്ള പുസ്തകമാണ്. അപ്പോൾ ഈ ബുക്ക് എഴുതിയത് ആരാണെന്ന് ഓർത്തുവെക്കുക? ധീരജ് കാകഡിയയാണ് എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റ് മലയാള ഭാഷാ ബില്ല് 2025 ഗവർണർ അംഗീകാരം നൽകി എന്നുള്ള കാര്യമായിരുന്നു. അപ്പോൾ നമ്മുടെ കേരളത്തിന്റെ ഗവർണറായിട്ടുള്ള രാജേന്ദ്ര അർലേക്കറാണ് ഈ ഒരു ബില്ലിനെ സൈൻ ചെയ്തത്. അതിനുശേഷം നമ്മൾ നോക്കിയത് സംസ്ഥാനത്തെ ആദ്യ റൂറൽ ജില്ലാ ജയിൽ സ്ഥാപിതമാവുന്നത് എവിടെയെന്നാണ്? വടകരയിലാണ് ഇത്തരത്തിലൊരു ജില്ലാ ജയിൽ സ്ഥാപിതമാവുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു സംവിധാനമാണ്. എന്താണ്? നഭമിത്ര എന്നുള്ള സംവിധാനമാണ്. അപ്പോൾ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്? ഉൾക്കടലിൽ മത്സ്യത്തൊഴിലാളികളുടെ സുരക്ഷ ഉറപ്പാക്കാൻ ഫിഷറീസ് വകുപ്പ് ഒരുക്കിയിട്ടുള്ള ഒരു സംവിധാനമാണ് നഭമിത്ര എന്നുള്ള ഈ ഒരു സംവിധാനം. പിന്നീട് നമ്മൾ നോക്കിയത് കേരള ജീനോം ഡേറ്റാ സെന്റർ നിലവിൽ വന്നത് എവിടെയെന്നാണ്? തിരുവനന്തപുരം ജില്ലയിലാണ്. തിരുവനന്തപുരത്താണ് നിലവിൽ വന്നത്. ആരാണ് ഉദ്ഘാടനം ചെയ്തതെന്ന് ഓർത്തുവെക്കുക? MP രാജേഷ് ആണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയത് യുറേനിയം വിതരണ കരാറിൽ ഇന്ത്യയുമായി ഒപ്പുവെച്ച രാജ്യം ഏതെന്നാണ്? കാനഡയാണ്. കാനഡയും ഇന്ത്യയും തമ്മിലാണ് ഈ ഒരു കരാറിൽ ഒപ്പുവെച്ചിരിക്കുന്നത്. പിന്നീട് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. 1 മണിക്കൂറിനുള്ളിൽ 2.51 ലക്ഷത്തിലധികം വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിച്ചുകൊണ്ട് ഗിന്നസ് വേൾഡ് റെക്കോർഡ് നേടിയ നഗരം ഏതെന്നാണ്? ഉത്തർപ്രദേശിലെ വാരണാസിയാണ് ഈ ഒരു റെക്കോർഡ് നേടിയിരിക്കുന്നത്. ഇതിനു മുമ്പ്, അതായത് 8 വർഷങ്ങൾക്ക് മുമ്പ് ചൈന നേടിയ ഈ ഒരു റെക്കോർഡാണ് മാറ്റി എഴുതിയിരിക്കുന്നത്. അത് കഴിഞ്ഞ് നമ്മൾ നോക്കിയ പോയിന്റ് ഇതായിരുന്നു. GI ടാഗ് ലഭിച്ച കർബി ആംഗ്ലോങ് ഇഞ്ചി ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ ഒരുങ്ങുന്ന സംസ്ഥാനം ഏതെന്നാണ്? അസമാണ് കേട്ടോ. അസം ആണെന്നാണ് ഈ ഒരു GI ടാഗ് ലഭിച്ച കർബി ആംഗ്ലോങ് ഇഞ്ചി എന്നുള്ള ഈ ഒരു ഇഞ്ചി ഇനം എന്താണ്? ലണ്ടനിലേക്ക് കയറ്റുമതി ചെയ്യാൻ പോകുന്നത്. പിന്നീട് നമ്മൾ നോക്കിയത് ഒരു മിസൈലുമായി ബന്ധപ്പെട്ട പോയിന്റ് ആയിരുന്നു. എന്താണ്? ഷിൽ മിസൈലാണ്. അപ്പോൾ ഈ മിസൈൽ എന്താണ്? ഇന്ത്യ റഷ്യയിൽ നിന്നും വാങ്ങാൻ വേണ്ടിയുള്ള കരാറിൽ ഒപ്പുവെച്ചിരിക്കുകയാണ്. അപ്പോൾ എന്താണ്? ശബ്ദത്തേക്കാൾ വളരെയധികം എന്താണ്? സ്പീഡായിട്ട് പോകുന്ന ഡബിൾ എന്ന വേഗതയുള്ള ഈ ഒരു മിസൈൽ ഓർത്തു വെക്കുക ഒരു ഉപരിതല വായു മിസൈൽ കൂടിയാണ്. അപ്പോൾ ഈ ഒരു മിസൈൽ ഇന്ത്യ വാങ്ങുന്നത് ഏത് രാജ്യത്ത് നിന്നാണെന്ന് ഓർത്തു വെക്കുക? റഷ്യയിൽ നിന്നാണ്.
കഴിഞ്ഞ ക്ലാസ്സുമായി ബന്ധപ്പെട്ട 2 ചോദ്യങ്ങൾ നൽകുകയാണ്. ശരിയുത്തരങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം ഇതാണ്: ത്രിലോചൻ പൊഖ്രയിൽ വിമാനത്താവളം ഏത് സംസ്ഥാനത്താണ് സ്ഥിതി ചെയ്യുന്നത്? ഓപ്ഷൻ എ സിക്കിം, ഓപ്ഷൻ ബി മണിപ്പൂർ, ഓപ്ഷൻ സി മേഘാലയ, ഓപ്ഷൻ ഡി നാഗാലാൻഡ്. രണ്ടാമത്തെ ചോദ്യം ഇതാണ്: പ്രൊജക്ട് ചീറ്റയുടെ ഭാഗമായിട്ട് 2026-ൽ ഇന്ത്യക്ക് ചീറ്റകളെ നൽകിയ രാജ്യം ഏതെന്നാണ്? ഓപ്ഷൻ എ ബോട്സ്വാന, ഓപ്ഷൻ ബി നമീബിയ, ഓപ്ഷൻ സി സുഡാൻ, ഓപ്ഷൻ ഡി ദക്ഷിണാഫ്രിക്ക. അപ്പോൾ താഴെ ഉത്തരം കമന്റ് ചെയ്യുക. കഴിഞ്ഞ ക്ലാസ്സിൽ നൽകിയിരുന്ന ചോദ്യങ്ങളുടെ ഉത്തരങ്ങൾ ചർച്ച ചെയ്യാം. ആദ്യത്തെ ചോദ്യം ഇതായിരുന്നു: നീതി ആയോഗിന് കീഴിലുള്ള അടൽ ഇന്നോവേഷൻ മിഷൻ ഇന്ത്യയുടെ ആദ്യത്തെ സംസ്ഥാന ഇന്നോവേഷൻ മിഷൻ ആരംഭിച്ചത് എവിടെയെന്നായിരുന്നു ചോദ്യം. ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ത്രിപുരയിലാണ് കേട്ടോ. അടുത്ത ചോദ്യം ഇതായിരുന്നു: ഗ്ലോബൽ മൈൻഡ് ഹെൽത്ത് റിപ്പോർട്ട് 2025-ൽ ഇന്ത്യൻ യുവാക്കളുടെ സ്ഥാനം എത്രയെന്നായിരുന്നു? ശരിയുത്തരം ഏതാണ്? ഓപ്ഷൻ എ ആണ്. ഇന്ത്യൻ യുവാക്കളുടെ സ്ഥാനം 60 ആണ്. അതേപോലെ 55+ വരുന്നതിൽ എത്രയാണ്? 49 ആയിരുന്നു ഇന്ത്യയുടെ സ്ഥാനം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്ത പോയിന്റുകൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. നന്നായി പഠിക്കുക, നന്നായി മുന്നേറുക. മറ്റൊരു ക്ലാസ്സുമായി വീണ്ടും കാണാം.